സ്തോത്രം. ഇന്ന് രാത്രിയിൽ വാസ്തവമായി ദൈവസന്നിധിയിലേക്ക് വചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയം നമ്മൾ തുറക്കപ്പെടുമ്പോൾ നമുക്കിന്ന് രാത്രി നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. അല്പനേരം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകൾ നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനം അത് ഞങ്ങളുടെ മേൽ ജീവനായി പരിണമിക്കേണ്ടതിന്, വിശ്വാസമായി പരിണമിക്കേണ്ടതിന്, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ മനോവിചാര മണ്ഡലങ്ങളിൽ കർത്താവെ ദുഷ്ടനിട്ടിരിക്കുന്ന എല്ലാ അവൻ്റെ തന്ത്രങ്ങളും തകർന്നു പോയിട്ട് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ജീവന്റെ പുതുക്കമൊന്ന് പ്രാപിക്കേണ്ടതിന്, ആത്മശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിന്, ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിന്, ഹല്ലേലൂയ, പരാജയമല്ല കർത്താവെ, വിജയം ഞങ്ങളുടെ മേൽ സംഭവിക്കേണ്ടതിന്. ഓ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തിനായുള്ള വിശപ്പോ വെള്ളത്തിനായുള്ള ദാഹമോ അല്ല, മറിച്ച് കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ കൃപ പ്രാപിപ്പാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ മഹത്വം തിരിച്ചറിയുവാൻ, സ്തോത്രം, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് മനസ്സലിയണമേ. അങ്ങ് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ, അങ്ങ് ഞങ്ങളെ തൊടണമേ, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കണമേ, അങ്ങ് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങയുടെ അത്ഭുതം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തണമേ. തവേ, വ്യത്യസ്ത നിലകളിലുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഞങ്ങളെ കുടുക്കി ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് സന്തോഷിപ്പാൻ കഴിയാതെ, ആനന്ദിപ്പാൻ കഴിയാതെ, ദൈവകൃപ ഏറ്റെടുപ്പാൻ കഴിയാതെ, ദൈവമുണ്ടോ എന്ന് പോലും ഞങ്ങൾ ചോദിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്കകത്ത് നാളുകളായി ഞങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്ന സകല പ്രതികൂലങ്ങൾക്കകത്തു നിന്നും ഇന്ന് രാത്രിയിൽ ഈ ജനം വിടുവിക്കപ്പെടേണ്ടതിന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരിന്റെ സൗഖ്യം ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. പരിശുദ്ധ ആത്മാവ് ശക്തിയോടെ ഹാളിന്റെ അകത്ത് ക്രിയ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ ക്രിയ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനും യേശു ക്രിസ്തുവിന്റെ നാമം ഉയരുന്നതിനും വിരുദ്ധമായി പിശാചുണ്ടാക്കി വെച്ചിരിക്കുന്ന സകല പ്രവൃത്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതിയും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളും ഈ ദേശത്തിന്റെ ആധിപത്യങ്ങളും വസ്തുക്കളിലും വ്യക്തികളിലും കുടിയിരിക്കുന്ന ദുരാത്മാക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ സകല തന്ത്രങ്ങളുടെ മേലും അതിന്റെ സകല പ്രവൃത്തികളുടെ മേലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ജയം പ്രഖ്യാപിക്കുന്നു. ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ, വചനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ, ജനത്തിന്റെ ഹൃദയം തുറക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ കൽപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ജനത്തെ നിർവികാരികരാക്കുന്ന, ജനത്തെ ഒന്നുമില്ലാതാക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ തകരട്ടെ. സ്തോത്രം. കഴിപ്പാൻ ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്നത് പോലെ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വെറുതെയാക്കി തീർക്കുന്ന പിശാചിന്റെ സകല പദ്ധതികളുടെ മേലും ഇന്ന് രാത്രിയിൽ ഞാൻ ജയം പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഞങ്ങൾ മറയുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ളതിനെ എല്ലാം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആത്മീക അധികാരം, ഒരു ദൈവ പൈതലിന്റെ അധികാരം, ഒരു ദൈവ പൈതലിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മീക അധികാരം എന്ത്? അതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവനതും അവനൊരു വലിയ സബ്ജക്റ്റാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം വാക്യങ്ങളിലൂടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശാലമായ സബ്ജക്റ്റാണ് ആത്മീക അധികാരം എന്നുള്ളത്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, നിങ്ങളൊരു പക്ഷെങ്കിൽ ഇപ്പോൾ ചിന്തിക്കും, അതിനകത്ത് എനിക്കെന്താ കാര്യമെന്നുള്ളത്. അതെ, ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഏത് പ്രായമുള്ളവർക്കും അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നമ്മുടെ ചിന്ത ഇന്ന് രാത്രിയിൽ തുടങ്ങാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അടുത്തത്, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യനെ ഓർക്കുവാൻ, മനുഷ്യപുത്രനെ ഓർക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്നു, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആരെ? നമ്മെ അണിയിച്ചിരിക്കുന്നു. ആരണിയിച്ചിരിക്കുന്നു? ദൈവം അണിയിച്ചിരിക്കുന്നു. എന്ത് നമുക്ക് സംഭവിച്ചു? ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവം നമ്മളെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അടുത്ത വാക്കുകൾ. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക്
നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതി ആക്കി. തേജസ്സും ബഹുമാനവും അണിയിച്ച് ദൈവത്തിന്റെ കൈയുടെ പ്രവർത്തി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് നമ്മെ അധിപതി ആക്കി വെച്ചിരിക്കുന്നു. അധിപതി ആക്കി വെച്ചിരിക്കുന്നു. ആരെ? പ്രസംഗിക്കുന്ന എന്നെ മാത്രമല്ല, കേൾക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം ഇങ്ങനെ ആക്കിയിരിക്കുന്നു. അവിടെ തുടങ്ങുകയാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്ത. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ആദ്യ വാക്കുകളിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകതയായിരുന്നു, ദൈവം തന്റെ തേജസ് അവന്റെ മേൽ മൂടിയിരുന്നു. ദൈവത്തിന്റെ തേജസ് മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് നഷ്ടമായ അടുത്ത കാര്യമാണ് അവന് വാഴ്ച നഷ്ടപ്പെട്ടു. അവന് വാഴ്ച നഷ്ടപ്പെട്ടു. സകലറ്റിന്റെ മീതെയും വാഴാനായിട്ടാക്കിയിരുന്ന മനുഷ്യന്റെ വാഴ്ച അവന് നഷ്ടപ്പെട്ടു. ഏദനിൽ നഷ്ടപ്പെട്ടു പോയത് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തുവിലൂടെ ദൈവം അത് നമുക്ക് തിരിച്ചു തരുന്നു. ഏദനിൽ നഷ്ടപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തിരിച്ചു തരുന്നു. ദൈവം നമുക്ക് തിരിച്ചു തരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന പദങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചിന്തിച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഇന്ന് രാത്രിയിൽ മുന്നോട്ട് വരാം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നു. ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് മൊബൈൽ കളിക്കാനുള്ള സമയമല്ല, സംസാരിക്കാനുള്ള സമയമല്ല, മറ്റൊന്നിനുമുള്ള സമയമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറയുന്നു, അതിനുള്ള സമയമല്ല. വളരെ പ്രാർത്ഥനയോടുകൂടെ വചനം കേൾക്കാൻ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. നമുക്കറിയാം ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നിലത്തിലെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു. നിലത്തിലെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു. ദൂതനെ എങ്ങനെയാ സൃഷ്ടിച്ചെന്നുള്ളത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായത്തിൽ വരാമെന്നുണ്ടെങ്കിൽ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. അടുത്തത് നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും അവന്റെ നെഞ്ചിന്റെ കൂട് വരെ പൊന്നുകൊണ്ടായിരുന്നു. അടുത്തത് നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആയിരുന്നു. ദൂതനെ സൃഷ്ടിച്ചത് ഇങ്ങനെയുള്ള വജ്രങ്ങളും രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ട് ദൂതനെ സൃഷ്ടിച്ചു. വേദപുസ്തകത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്ത അവിടുത്തെ പ്രത്യേകതയെ പറ്റി എഴുതിയിരിക്കുന്നു. ഹവീല ദേശത്ത് ധാരാളം പൊന്നുണ്ടായിരുന്നു. പൊന്നവിടെ കിടക്കെ പൊന്നെടുക്കാതെ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവിടെയാണ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നത്. സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തുവിൽ വന്ന താഴ്ചയാണ്. സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തുവിൽ വന്ന താഴ്ച. ദൂതനെ പൊന്നുകൊണ്ടും മരതകം, മാണിക്യം, അങ്ങനെയുള്ള ഗോമേദകം എന്നുള്ള സംഗതികൾ കൊണ്ടും സൃഷ്ടിച്ചപ്പോൾ നമ്മെ ദൈവം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. തമ്മിലുള്ള വ്യത്യാസം, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച നമ്മുടെ മേൽ തേജസ്സും ബഹുമാനവും ദൈവം അണിയിച്ചു. തേജസ്സും ബഹുമാനവും അണിയിച്ചു. ദൂതനിൽ മഹത്വം ഇൻബിൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ചിറക് വിടർത്തിയാൽ സകല മ്യൂസിക്കും വരുമായിരുന്നു. അവൻ ഏത് ഇരുട്ടത്തും ശോഭിക്കത്ത നിലയിൽ അവൻ രത്നങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. മനുഷ്യന് ആകെയുള്ളത് ദൈവം തന്റെ തേജസ് അവനെ അണിയിച്ചു. ഹല്ലേലൂയ. എന്താ തമ്മിലുള്ള വ്യത്യാസം? പാപം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തേജസ്. ഇനിയും ഈ തേജസ് എന്ന പദം അത് തന്നെ ചിന്തിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഡോക്സ എന്നും കാബോദെന്നും 2 പദം കൊണ്ട് വേദപുസ്തകത്തിൽ അർത്ഥമാക്കുന്ന ദൈവത്തിന്റെ മഹത്വം,
ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം നമ്മെ അണിയിച്ചു. യേശുക്രിസ്തുവിങ്കലേക്ക് വന്ന ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ കിട്ടുന്ന അവന്റെ ജീവിതത്തിലെ ഭാഗ്യങ്ങളിൽ പ്രധാനമാണ് ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വ്യാപരിക്കുന്നു. ദൈവം തന്റെ മഹത്വം അവനെ അണിയിക്കുന്നു. തേജസ് കൊണ്ട് അവനെ മൂടുന്നു. കതിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കി അതിനെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് അതിനെ തേജസ് കൊണ്ട് മൂടിയതുപോലെ, അതേ വാക്കുകളെ കടമെടുത്തുകൊണ്ട് അല്ലെ അതിനോട് ചേർന്ന് പൗലോസ് പറയുന്ന പദമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കതിരമരത്തിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് അതിന്റെ മേൽ തേജസ് ഇറങ്ങിയതുപോലെ തന്നെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യ, നിന്നെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് പൊതിഞ്ഞ് അതിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിത് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം, മനസ്സിലാവുന്നില്ല. നമ്മൾ ഏഴാപ്പൊടി പുഴു കൃമി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ എന്താ യാക്കോബിനോട് പറയുന്നത്? നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഏഴയാണ്, പൊടിയാണ്, പുഴുവാണ്, കൃമിയാണെന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞ് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ നീ പറയുന്നു നീ ഏഴയാണ്, പൊടിയാണ്, പുഴുവാണ്, കൃമിയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കാൻ പോകുന്നു. ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കാൻ പോകുന്നു. നമുക്ക് നമ്മുടെ മഹത്വം തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ അധികാരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ശക്തി തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനമായി നാം ആരെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടമായി പോകുന്നു. പിശാച് നമ്മളെ ചതിച്ചിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. സാത്താൻ നമ്മളെ ചതിച്ചിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അവൻ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് 10 കാശുണ്ടാക്കി ബാങ്കിലിട്ട് മക്കളുടെ നന്മയും കണ്ടേച്ച് എനിക്ക് അങ്ങ് പോയാൽ മതി എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ആദ്യത്തെ വഞ്ചന. ഏത് പിശാചിനെയും ഇല്ലായ്മ ചെയ്യേണ്ടതിന്, മിണ്ടാതാക്കേണ്ടതിന്, ഏത് ശത്രുവിനെയും മിണ്ടാതാക്കേണ്ടതിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ അധരത്തിൽ പോലും ദൈവം തന്റെ ബലത്തെ വെച്ചിരിക്കുന്നു, ദൈവം തന്റെ ശക്തിയെ വെച്ചിരിക്കുന്നു, ദൈവം തന്റെ കൃപയെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശക്തി എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മേലുള്ള കൃപ എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മേലുള്ള വിളി എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മേലുള്ള തിരഞ്ഞെടുപ്പ് എന്തെന്ന് അറിയുന്നില്ല. ജനം ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന സമയത്താണ് എന്നെ പോലൊരു ഭക്തൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാരും താഴ്വരയിലും നിൽക്കാം. നക്ഷത്രങ്ങളുടെ രാജാവിനെ നിലയ്ക്ക് നിർത്താൻ ഭക്തന്റെ അധരത്തിന് കഴിയുമെങ്കിൽ എന്തിന് നമ്മൾ പകൽ സൂര്യനെയോ രാത്രി ചന്ദ്രനെയോ നാം പേടിക്കണ്ട എന്ന് പറയുന്ന വചനപ്രകാരം നാം എന്തിനു പേടിക്കണം? ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, ശകല ബലമല്ല, ശത്രുവിന്റെ അല്പം ബലത്തെയല്ല, മുഴുബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അടുത്തത് ആ പദങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നും, അടുത്തത് ഒരിക്കലും. ആ രണ്ടിനും ഓരോ വട്ടം വരച്ചാൽ നല്ലതായിരിക്കും. ഒന്നും ഒരിക്കലും ദോഷം നിങ്ങൾക്ക് വരുത്തത്തില്ല. ഇത് പറഞ്ഞത് സാജൻ അല്ല, ഇത് പറഞ്ഞത് യേശുവാൻ. ഹല്ലേലൂയ. ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് യേശുവാണ് പറഞ്ഞത്. അടുത്ത വാക്കുകൾ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ല, അത്രയും നിങ്ങൾ സന്തോഷിപ്പീൻ. അടുത്ത വാക്കുകൾ. ആ നാഴികയിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ആ വാക്കുകൾ സാധാരണ നമ്മൾ അത് വായിക്കാറില്ല, ഈ വാക്ക് വായിച്ചിട്ട് നമ്മൾ നിർത്തും. അടുത്ത വാക്കുകൾ വായിച്ചു നോക്കി. ആ നാഴികയിൽ അവൻ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ വചനം ഒന്ന് വായിച്ചേച്ച് ആത്മാവിൽ ഒരൊറ്റ പ്രഖ്യാപനം, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒരു ദോഷവും എനിക്ക് ഭവിക്കത്തില്ല. ആമേൻ. ഒരു ബാധയും എന്റെ കൂടാരം, ചേർന്നൊന്ന് പറയാം, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒരു ദോഷവും എനിക്ക് ഭവിക്കത്തില്ല. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാത്തവരുണ്ട്, അതുകൊണ്ടാ. ആമേൻ. ഒരു ബാധയും എന്റെ കൂടാരത്തിന്
അടുക്കത്തില്ല, ഒരു ദോഷവും എനിക്ക് ഭവിക്കത്തില്ല. വചനം പറയുന്നു, നിന്റെ ഒരു വശത്ത് 1000 പേർ, നിന്റെ വലതുവശത്ത് 10,000 പേർ വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. ഇന്ന് രാത്രി പറയാമോ, എന്റെ ഒരു വശത്ത് 1000 പേർ, എന്റെ വലതുവശത്ത് 10,000 പേർ വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരത്തില്ല. എന്റെ ഒരു വശത്ത് 1000 പേർ വീഴും, എന്റെ വലതുവശത്ത് 10,000 പേർ വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരത്തില്ല. ഹല്ലേലൂയ. അവർ എന്നെ തേനീച്ച പോലെ ചുറ്റി വളയുന്നു, പക്ഷെങ്കിൽ അവർ മുൾട്ടി പോലെ കെട്ടുപോകുന്നു. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളയുന്നു, പക്ഷെങ്കിൽ മുൾട്ടി പോലെ കെട്ടുപോകുന്നു. ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ആമേൻ. ഒരു ദോഷവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിനടുക്കത്തില്ല. ആമേൻ. എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലത്തെ കാണും. കാരണം എന്റെ അധരത്തിൽ എന്റെ ദൈവം ബലത്തെ നിയമിച്ചിരിക്കുന്നു. എന്റെ അധരത്തിൽ എന്റെ ദൈവം ബലത്തെ നിയമിച്ചിരിക്കുന്നു. എന്റെ അധരത്തിൽ എന്റെ ദൈവം ബലത്തെ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു നാം ഭയപ്പെടണം? എന്തിനു നാം ഭയപ്പെടണം? ആരെ നാം ഭയപ്പെടണം? നാം എന്തിനെ ഭയപ്പെടണം? പ്രൈസ് ദി ലോർഡ്. യേശു തമ്പുരാൻ പറഞ്ഞല്ലോ, ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അവൻ ദേഹിയെയും കൂടെ കൊല്ലാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട പോലെ എന്തിനാ മറ്റുള്ളതിനെ നമ്മൾ ഭയപ്പെടുന്നത്? അവൻ ഇന്ന് രാത്രിയിൽ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്നുകൂടണം. അവൻ ഒരു ബാധയ്ക്കും എന്നെ തൊടാൻ കഴിയത്തില്ല, ഒരു അന്ധകാര ശക്തികൾക്കും എന്റെ മേൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവൻ മലയാളിക്കരയിൽ വെളിപ്പെട്ട ആദ്യത്തെ ദുരുപദേശമാണ് തിരിച്ചടി ഉണ്ട് എന്നുള്ള ഉപദേശം. തിരിച്ചടി ഉണ്ടെന്നുള്ള ഉപദേശം വേദപുസ്തകത്തിന്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന് നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുന്ന പ്രാർത്ഥനയുടെ വാചകം മതി വിടുതലിനെ കൊണ്ടുവരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ ഈ പുസ്തകം പരിശുദ്ധാത്മാവ് എഴുതിയത് കൊണ്ട്, അതേ യാക്കോബിനെ കൊണ്ട് തന്നെ എഴുതിച്ചു, നിങ്ങൾക്ക് പോരാട്ടമുണ്ടോ? പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പുസ്തകം പറയുന്നു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ വരെ ബലം നിയമിച്ചിരിക്കുന്ന ദൈവം തമ്പുരാൻ പറയുന്നു, പിശാചിനോട് നാം എതിർത്തു നിൽപ്പീൻ, പിശാചിനോട് നാം എതിർത്തു നിൽപ്പീൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഒരു ബാധയും ഒരു ദോഷവും ഒരു പ്രശ്നവും എനിക്ക് ഭവിക്കത്തില്ല എന്നുള്ള ഉറപ്പിൽ എനിക്കെന്റെ ദൈവം അധികാരം തന്നിരിക്കുന്നു, എനിക്കെന്റെ യേശു അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ആകയാൽ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ തലമുറയുടെ മേൽ, എന്റെ ജോലിയുടെ മേൽ, എന്റെ ഭാവിയുടെ മേൽ, എന്റെ ബിസിനസിന്റെ മേൽ, എന്റെ അനുഭവങ്ങളുടെ മേൽ കുടിയിരിക്കുന്ന പിശാചേ, എന്നെ വിട്ടുപോ എന്ന് ആരെങ്കിലും വാ തുറന്ന് കൽപ്പിച്ചാൽ, പുസ്തകം പറയുന്നു, അവരുടെ മേൽ വിടുതൽ സംഭവിക്കും. ഈ അധികാരം നമ്മൾ തിരിച്ചറിയുക, ഈ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കുക, ഈ അഭിഷേകത്തെ നമ്മൾ ഉപയോഗിക്കുക, ഈ ദൈവകൃപയെ നമ്മൾ ഉപയോഗിക്കുക. എന്തിനാ പ്രിയമുള്ളവരെ വചനം നമ്മൾ കേൾക്കുന്നത്? എന്തിനാ ഈ പ്രിയമുള്ളവർ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പാടുന്നത്? പാട്ട് പാടുന്ന സമയത്ത് കരമടിച്ച് ആത്മാവിൽ ചേർന്ന് പാടിയാൽ നമ്മുടെ ശരീരത്തിൽ വിടുതൽ സംഭവിക്കും, നമ്മുടെ ശരീരത്തിൽ വിടുതൽ സംഭവിക്കും. വചനം കേട്ടിട്ട് വെറുതെ വീട്ടിൽ പോകാതെ വചനത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ അത്ഭുതം സംഭവിക്കും, അത്ഭുതം സംഭവിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൽ പ്രതികൂലം വന്ന സമയത്ത്, അവൻ ജനത്തിന്റെ നടുവിൽ പ്രതികൂലം വന്നപ്പോൾ അവർ 2-ാം സങ്കീർത്തനം വായിച്ചു. എന്താ വായിച്ചത്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും നേരെ കൂട്ടം കൂടുന്നത്, അവൻ ഇങ്ങനെ നിരൂപിക്കുന്നത് എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളക, എറിഞ്ഞു കളക. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അത് വായിച്ചതിന് ശേഷം അവർ ആ വചനം പറഞ്ഞ് ആരാധിച്ചു, അവരാ വചനം പറഞ്ഞ് ആരാധിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ അന്ന് അവർക്കെതിരെ നിന്ന സകല ശത്രുക്കളും തകർന്നുപോയി. 2-ാം സങ്കീർത്തനത്തിന്റെ 2 വാക്യം പറഞ്ഞ് അപ്പോസ്തലന്മാർ മാളിക മുറിയിൽ ഒരൊറ്റ ആരാധന ആരാധിച്ചപ്പോൾ
അവർക്കെതിരെ നിന്ന അധിപതികൾ അവരുടെ മുമ്പിൽ കീഴടങ്ങിയെങ്കിൽ, എന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ എത്ര ശ്രേഷ്ഠകരമായ പുതിയ നിയമത്തിന്റെ അധികാരത്തിന്റെ വചനം ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുന്നു. എന്ന് രാത്രിയിൽ നമ്മുടെ പ്രതികൂലമെന്ത്, പ്രശ്നമെന്ത്, അതിനുതകുന്ന ഒരു വാക്യത്തെ ഇതിന്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് ഒന്ന് ആരാധിച്ചു നോക്കിക്കേ. അത്ഭുതം ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുന്നത് കാണാം. വിടുതൽ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുന്നത് കാണാം. ഇന്ന് രാത്രി രണ്ട് കരവും ചേർത്തടി ചിലപ്പോൾ നേരം ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രിയിൽ അവനൊന്ന് വിളിച്ചു പറഞ്ഞേ, കർത്താവേ, എന്റെ വിടുതൽ എന്റെ അതരത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു, എന്റെ സൗഖ്യം എന്റെ അതരത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു, എന്റെ വിടുതൽ അവൻ, എന്റെ രക്ഷ, എന്റെ സൗഖ്യം അവൻ എന്റെ അതരത്തിന്റെ അകത്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറിയിൽ ആയുധവർഗം വെപ്പിച്ച് യേശു തമ്പുരാൻ കീഴടക്കി. ഈ യേശുവാണ് അടുത്ത് എന്നിട്ട് പറയുന്നു, അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കമ്മീഷൻ ചെയ്തത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല. നമുക്ക് അധികാരം തന്നത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല. നമ്മുടെ മേൽ കൃപ തന്നത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല. ഇത് ചെയ്വീൻ എന്ന് നമ്മളോട് പറഞ്ഞത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല, മറിച്ച് ആമേൻ അഖിലാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കിയ ജയിച്ചു ജയവീരനായ യേശു തമ്പുരാനാണ് നമ്മളോട് പറഞ്ഞത്. ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. Praise the Lord. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നത് അഭിഷേകത്തോടാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നത് അധികാരത്തോടാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് തിരിച്ചറിയാൻ നമ്മെ പറ്റുന്നുണ്ടെങ്കിൽ, വിടുതൽ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നതിന് മുമ്പേ തരാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ഇത് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. സാത്താൻ മിന്നൽ പോലെ വീഴുന്നത്, ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവ ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. അവ ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. പാമ്പുകളെയും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ മേലുള്ള അധികാരവും നമ്മുടെ മേലുള്ള കൃപയും നമ്മുടെ മേലുള്ള അഭിഷേകവും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതം സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഇത് ഗ്രഹിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ഇത് ഗ്രഹിക്കാൻ, ഇത് ഉപയോഗിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, ശൗലിന് എപ്പോഴും ശമൂവേൽ പ്രാർത്ഥിച്ചെങ്കിലേ വിടുതൽ കിട്ടത്തുള്ളൂ. ശൗലിന് എപ്പോഴും ശമൂവേൽ പ്രാർത്ഥിക്കണം വിടുതൽ ഉണ്ടാകണമെങ്കിൽ. എന്നാൽ ദാവീദിന് ശമൂവേൽ പ്രാർത്ഥിക്കണ്ട. ദാവീദ് നേരിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട്. ദാവീദ് നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതത്തിൽ മുഴുവൻ പ്രതികൂലങ്ങളും സംഭവിച്ച്, തന്റെ പട്ടണം കൊള്ളയടിച്ചവർ, തന്റെ തലമുറകളെയും പ്രിയമുള്ളവരെയും എല്ലാം പിടിച്ചുകൊണ്ടുപോയി, തന്റെ പട്ടണം നശിപ്പിച്ച്, തീ വെന്ത് ചുട്ട് നശിപ്പിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ ദാവീദ് പറയുന്നു, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക. ഏഫോദ് കൊണ്ടുവന്നിട്ട് അത് ധരിച്ചിട്ട് താൻ ദൈവത്തോടെ ചോദിക്കുന്നു, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ദൈവം പറഞ്ഞു, നീ ചെയ്തോളാൻ പറഞ്ഞു, നീ ചെയ്തോ. ഹല്ലേലൂയ. ആ സമയത്ത് ശമൂവേലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുകയല്ല. അയ്യോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചതിനെ പ്രിയമുള്ളവരെ, അത് ആവശ്യമാണ്, അത് ആവശ്യമാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വേറൊരാളുടെ അഭിഷേകത്തിന്റെ അവൻ ആശ്രയിച്ചാവരുത്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കപ്പെടുന്നത് വേറൊരാളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ ആശ്രയിച്ചാവരുത്. അതേ അഭിഷേകത്തെ നമ്മുടെ അകത്തും ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നുവെന്നും, അല്ലെങ്കിൽ ദൈവം അതെനിക്ക് തരുവാൻ ശക്തനാണെന്നും തിരിച്ചറിഞ്ഞ് മക്കൾ എന്ന പദവിയോടെ ധൈര്യത്തോടെ കയറി നിന്ന് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ, ആമേൻ, കൊള്ളയടിച്ചതിനെ മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ പിശാച് ബാധ്യസ്ഥനാണ്. അതിനെ മടക്കി കൊണ്ടുവരാൻ, മടക്കി തരാൻ പിശാച് ബാധ്യസ്ഥനാണ് എന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശത്രുക്കൾ, ആമേൻ, കോരകും ദാതാനും അബീരാമും പൊൻകലശവുമായി മോശയ്ക്കെതിരെ വന്ന സമയത്ത് മോശ ധൈര്യമായിട്ട് കയറുന്ന ഒരൊറ്റ പ്രാർത്ഥന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരൊറ്റ പ്രാർത്ഥന. എന്ത് സംഭവിച്ചു? ദൈവം മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകം മുഴുവനും നമുക്കെതിരെ നിന്നാലും, ഏതെല്ലാം ശക്തികൾ നമുക്കെതിരെ നിന്നാലും, ഇന്ന് രാത്രിയിൽ ആത്മനിറവിൽ ഉറപ്പോടെ ഞാൻ പറയട്ടെ,
ആമേൻ, ധൈര്യത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി 2 കരവും ഉയർത്തി, എന്നെ കാണുന്ന എന്റെ ദൈവമേ എനിക്ക് മറുപടി തരണമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ നാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറുപടി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കും. അതെന്റെ ജീവിതത്തിന്റെ ഉറപ്പോടെ ഞാൻ പറയുന്ന കാര്യമാ. ഇന്ന് രാത്രിയിൽ പറയട്ടെ, അതേ ദൈവമാ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചല്ലോ, മലയെ പറ്റി പറയാതെ മലയോട് നീ നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകളെ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറ, പർവ്വത സമാനമായി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നം, നീ കടഭാരം, നീ രോഗം, നീ പ്രതികൂലം, നീ ബന്ധനം, അതെന്തു തന്നെയാവട്ടെ, ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോ, എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോ. സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട്, വിവേകികൾക്ക് മറച്ചു വെച്ചിട്ട്, ഹല്ലേലൂയ, അവൻ ശിശുവിനെ പോലെ, അവൻ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ തുറന്ന ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ, മറ്റൊരു കലർപ്പുമില്ലാതെ, അവൻ വേറൊന്നും അറിയത്തില്ല, തിയോളജി അറിയത്തില്ല, തത്വജ്ഞാനം അറിയത്തില്ല, വേറൊന്നും അറിയത്തില്ല, ആകെ അറിയാവുന്ന എനിക്ക് യേശുവിനെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ബന്ധത്തിൽ അങ്ങോട്ട് കയറി നിൽക്കുന്നവർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്താണ്? എന്റെ അധരത്തിൽ അധികാരമുണ്ട്, എന്റെ അധരത്തിൽ അധികാരമുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്, അധരത്തിലിരിക്കുന്ന ശാപം മരണത്തെ കൊണ്ടുവരുന്നെങ്കിൽ, അധരത്തിലിരിക്കുന്ന ശാപത്തിന്റെ വാക്കുകൾ അവൻ ജീവനെ തകർക്കുന്നെങ്കിൽ, നന്മകളെ മുടിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, അതേ അധരത്തിൽ അഭിഷേകമുണ്ട്, അതേ അധരത്തിൽ ദൈവം തമ്പുരാൻ അധികാരത്തെ വെച്ചിരിക്കുന്നു, അതേ അധരത്തിൽ ദൈവം തമ്പുരാൻ തന്റെ കൃപയെ വെച്ചിരിക്കുന്നു. അതിനെ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും, തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയൂ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത നല്ലൊരു ദൈവം നമ്മുടെ സ്വന്തമായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. വേറൊരു വ്യക്തിക്കും വിടിവിക്കാൻ കഴിയത്തില്ല, വേറൊരു ശക്തിക്കും വിടിവിക്കാൻ കഴിയത്തില്ല, വേറൊരു വ്യക്തിക്കോ വേറൊരു ശക്തിക്കോ, ഞാൻ ആവർത്തിച്ച് പറയാം, ഒരു ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ യാതൊരു ശക്തികൾക്കോ എന്നെയോ നിന്നെയോ വിടിവിക്കാൻ കഴിയത്തില്ല. വിടിവിക്കപ്പെടേണ്ടതിന് ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രിയിലും അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നുണ്ടെങ്കിൽ അവൻ മാനവജാതി ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യാൻ ഇന്ന് രാത്രി യേശു ശക്തനാണ്, അവൻ സന്നദ്ധനാണ്. ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. മാറത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനെ മാറ്റാൻ കഴിയുന്ന, സംഭവിക്കത്തില്ലെന്ന് പറയുന്നതിനെ സംഭവിപ്പിക്കാൻ കഴിയുന്ന, അവയവത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന, അവൻ അസാധ്യമെന്ന് പറയുന്നതിനെ സാധ്യമാക്കാൻ കഴിയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്റെ വിധിയോ ഇതെന്റെ ഗതിയോ എന്ന് പറഞ്ഞിരിക്കാതെ ഇന്ന് രാത്രി എന്റെ അത്ഭുതത്തിന്റെ രാത്രി എന്ന് വിശ്വസിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അവൻ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ഇന്ന് രാത്രിയിൽ യേശു നമുക്ക് വേണ്ടി ചെയ്യും. 2 കരങ്ങളും അടിച്ച് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു, ഇന്ന് രാത്രി ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ദൈവം അത്ഭുതത്തിന്റെ മന്ത്രിയാണ്, എന്റെ ദൈവം വീരനായ ദൈവമാണ്, എന്റെ ദൈവം അത്ഭുതത്തിന്റെ മന്ത്രിയാണ്. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവമാണ്, ദൈവം ഒന്ന് വെളിപ്പെടണം. സ്തോത്രം. ദാനിയേൽ അതല്ലേ ചെയ്തത്? കൽദയന്റെ സകല വിദ്യകളെയും അവൻ പൊളിച്ചു മാറ്റിയില്ലേ? കൽദയന്റെ സകല തന്ത്രങ്ങളെയും തകർത്തില്ലേ? ബാബിലോണിന്റെ അടിസ്ഥാനങ്ങളെ പൊളിച്ചില്ലേ? ഹല്ലേലൂയ. അനേക കുടുംബങ്ങളെ മുട്ടിച്ച ആഭിചാരത്തിന്റെ കൂട് നിലനിന്ന ബാബിലോണിന്റെ അകത്ത് കയറിയിട്ട് പറഞ്ഞില്ലേ, എന്റെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. സകല ശകുനവാദികളും മുന്നിൽ വന്നിട്ട് പറഞ്ഞല്ലോ, നീ ഞങ്ങളെക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠനാണ്. സ്തോത്രം. ആമേൻ. എന്തുണ്ടോ അതിന്റെ 10 ഇരട്ടി നിന്റെ അകത്തുണ്ട്. എന്റെ ജീവിതം കൊണ്ട് എന്റെ യേശു ആരെന്ന് തെളിയിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. ആമേൻ. മന്ത്രവാദത്തിന് മുട്ടുമടക്കാത്ത, ആഭിചാരത്തിന് മുട്ടുമടക്കാത്ത, ശകുനവാദത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ഏതെങ്കിലും അന്ധകാര ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, നീ സേവിക്കുന്ന ഒരു ദൈവമല്ലാതെ, നസ്രനാം യേശുവല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് നിന്നെ അയക്കുന്നിടത്ത് പ്രൂവ് ചെയ്യത്തക്കവണ്ണം അഭിഷേകത്തോടെ ഇന്ന് രാത്രിയിൽ നിർത്താൻ ഈ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ ക്രിയ ചെയ്യട്ടെ, അഭിഷേകം ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ, ദൈവശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ജനം അത് തിരിച്ചറിയട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
ശത്രുവിന് നേരെ അവൻ തീയമ്പുകളെ വിടാൻ, ശത്രുവിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കാൻ, അവന്റെ പദ്ധതികളെ പൊളിപ്പാൻ. വേദപുസ്തകം പറയുന്നു ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ കഴിയേണ്ടതിന്, അല്ലെ, ദുഷ്ടന്റെ തീയമ്പുകളെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന അധികാരത്തിന്റെ വാക്കെന്ന് പറയുന്നത് ദുഷ്ടന്റെ പാളയത്തെ പൊളിച്ചു മാറ്റുന്നതാണ്. ഹല്ലേലൂയ. അവന്റെ പാളയത്തെ പൊളിച്ച് തകർക്കുന്നതാ. തെളിവായി പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു, പൗലോസ് തന്നെ പറയുന്നു, നിങ്ങൾ കൊരിന്തിലിരുന്ന് പ്രാർത്ഥിച്ചത് അവൻ ഏഷ്യാ മൈനറിൽ കടലിന്റെ നടുക്ക് എന്റെ മേൽ കൃപയായി വെളിപ്പെട്ടെന്ന്. എന്ന് വെച്ചാൽ ഏതെങ്കിലും വീട്ടിന്റെ മൂലയ്ക്ക് കയറിയിരുന്ന് പ്രാർത്ഥിച്ചാൽ 7 കടലിന് അക്കരെ പ്രവർത്തിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരെ ഭയപ്പെടണം? നമ്മൾ എന്തിനെ ഭയപ്പെടണം? ഹല്ലേലൂയ. നമ്മൾ ഏത് വെല്ലുവിളിയെ ഭയപ്പെടണം? നമ്മുടെ ആരുടെ വാക്കിനെ നമ്മൾ ഭയപ്പെടണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ നാമത്തിൽ ഇനിയും സംസാരിക്കരുതെന്ന് പറഞ്ഞു. ആരെങ്കിലും ഭയപ്പെട്ടോ? അവർ പറഞ്ഞില്ല, ഞങ്ങൾ സംസാരിക്കും. യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു എന്ന് പറഞ്ഞു, നീ ആ കുറുക്കനോട് പോയി, നിങ്ങൾ ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യും, ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും ചെയ്യും. ആരെ ഭയപ്പെടാനാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിനോട് പറഞ്ഞു, ഇനിയും നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പ്രവചിക്കുക ചെയ്യരുത്, ഈ നാമത്തിൽ സംസാരിക്കരുത്. യിരെമ്യാവ് പറഞ്ഞു, അവസാന ശ്വാസം വരെ ഞാൻ പ്രവചിക്കും, ഞാൻ വിളിച്ചു പറയും. ഹല്ലേലൂയ. ഈ നാമത്തിൽ ഇനി ഞങ്ങളോട് സംസാരിക്കരുത്. ആമേൻ. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ തലകീഴായി ക്രൂശിച്ചാലും ശരി, അവസാന ശ്വാസം വരെ ഞങ്ങൾ ഇത് പ്രസംഗിക്കും. കാരണം അവൻ ഞങ്ങൾ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ അരയ്ക്ക് അവൻ ശക്തി കൊണ്ട് അവൻ ശക്തി മുറുക്കിയിരിക്കുകയാണ്, കെട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, അകത്തുനിന്ന് ഭയം വിട്ടുപോകട്ടെ, അകത്തുനിന്ന് സംശയം വിട്ടുപോകട്ടെ, അകത്തുനിന്ന് മറ്റുള്ള എല്ലാം വിട്ടുപോകട്ടെ. സകല കൺഫ്യൂഷൻസും ഇന്ന് രാത്രിയിൽ നീങ്ങിപ്പോവട്ടെ. ഇന്ന് രാത്രിയിൽ തന്റെ ഇടമുണ്ടാവട്ടെ. ഒരു ബാധയ്ക്ക് പൊടാൻ കഴിയത്തില്ലെന്നും ഒരു അന്ധകാരങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്നും ഇന്ന് രാത്രിയിൽ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മൗനമായിരിക്കരുത് സഹോദരങ്ങളെ. വാപ്പുറം ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, യേശുവേ, എന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരം ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ തന്ന അധികാരം ഞാൻ തിരിച്ചറിഞ്ഞു. അവൻ തിരിച്ചറിയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അങ്ങനെ തന്നിരിക്കുന്ന അധികാരത്തെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. കരമടിച്ച് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ശക്തിയോടെ അവൻ വാപ്പുറന്ന് വിളിച്ചു പറ, പിശാചേ, നിനക്കെന്റെ മേൽ സ്ഥാനമില്ല, നിനക്കെന്റെ മേൽ അധികാരമില്ല, നിനക്കെന്റെ മേൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ ആവിചാരത്തെ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്റെ പ്രവർത്തിയെ ഞാൻ അനുവദിക്കത്തില്ല. Glory to Jesus. ഇന്ന് രാത്രിയിൽ വിടുതൽ ആഗ്രഹിക്കുന്നവർ ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു പുതിയ അഭിഷേകം ആഗ്രഹിക്കുന്നവർ ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു പുതിയ കൃപ ആഗ്രഹിക്കുന്നവർ ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. ഒരു ആത്മപകർച്ച ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആരെയും ശ്രദ്ധിക്കേണ്ട, കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രാത്രി അവന്റെ സമയമല്ല. ആമേൻ. ഇന്ന് രാത്രി പിശാചിന്റെ സമയമല്ല. ഇന്ന് രാത്രി അന്ധകാര ശക്തികളുടെ സമയമല്ല, മറിച്ച് നമ്മുടെ വിടുതലിന്റെ സമയമാണ്. നമ്മുടെ വിടുതലിന്റെ സമയമാണ്. നമ്മുടെ മേൽ ദൈവപ്രവൃത്തിയുടെ സമയമാണ്. 2 കണ്ണുകളും അടച്ച് ഇന്ന് രാത്രിയിൽ കരമടിച്ച് ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ, എന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയം, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്ന സമയം, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയം. ഉടകബല ഹദുരജഗലക ശംധനരഗദന വർധുരാജഗാദന അടകബലരഗജന ഹംധലരഗദല വൈദജഹദുരാദന അടകബലരഗദല ജഗഖരവടഗദല ശംധരരഗധുനി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രിയിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് രാത്രിയിൽ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. ഇന്ന് രാത്രിയിൽ അന്ധകാരത്തിന്റെ ശക്തികൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ മുട്ടിക്കുന്ന വിചാരങ്ങൾ, ആമേൻ, മന്ത്രവാദത്തിന്റെ കുടിയിരിപ്പുകൾ യേശുക്രിസ്തു
ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ പൊളിഞ്ഞു മാറട്ടെ. ഓ ഹല്ലേലൂയ. യുദ്ധത്തിനായിട്ട് കൈകളെയും പോരിനായി വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവമേ, ഇന്ന് രാത്രിയിൽ അഭിഷിക്തന്മാരുടെ മേൽ അങ്ങയുടെ അഭിഷേകം പകരണമേ. ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ അഭിഷേകം പകരണമേ. ആമേൻ. ഇതിന്റെ അകത്തുനിന്ന് അതിശക്തന്മാരായ അഭിഷിക്തന്മാർ ഇന്ന് രാത്രിയിൽ അധികാരത്തോടെ എഴുന്നേറ്റ് വരട്ടെ. അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ, കൃപയോടെ എഴുന്നേൽക്കട്ടെ, അധികാരത്തോടെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ചിലരെ മുദ്രയിടണമേ. ഈ രാത്രിയിൽ ചിലരെ മുദ്രയിടണമേ. അങ്ങയുടെ അതിശക്തമായ വേലയ്ക്കായി, അഭിഷേകത്തിന്റെ പ്രവൃത്തിക്കായി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളാലും വചനം ഉറപ്പിക്കപ്പെടേണ്ടതിന് ഇന്ന് രാത്രി ചിലരെ മുദ്രയിട്ട് മാറ്റുന്ന രാത്രിയാകിയാൽ സ്തോത്രം. പരിശുദ്ധ ഇന്ന് രാത്രിയിൽ തൊടുന്നു, പരിശുദ്ധ ഇന്ന് രാത്രിയിൽ തൊടുന്നു, പരിശുദ്ധ ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി കരമട്ടി സ്വല്പനേരം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വസ്ഥതയെ കെടുത്തി, സമാധാനത്തെ കെടുത്തി, ജീവിതത്തിന്റെ അകത്ത് ഐശ്വര്യം ഉണ്ടാകാൻ കഴിയാതെ, നന്മ ഉണ്ടാകാൻ കഴിയാതെ, തലമുറകളുടെ ഭാവിയെ കെട്ടി ജീവിതത്തെ മുഴുവനും തകർത്തടി അവൻ ഇല്ലായ്മ ചെയ്ത അന്ധകാരത്തിന്റെ ശക്തിയോട് പറ, ഇത് നിന്റെ സമയമല്ല, ഇതെന്റെ സമയമാണ്, ഇതെന്റെ സമയമാണ്. നാളെ ഈ നേരത്ത് അവൻ നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ ഇസബേലേ, ഇത് നിന്റെ സമയമല്ല, ഇതെന്റെ സമയമാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ പൈശാചിക ശക്തികൾ പുറത്തു വരട്ടെ. ഇന്ന് രാത്രിയിൽ പൈശാചിക ശക്തികൾ പുറത്തു വരട്ടെ. ആമേൻ. ആമേൻ. മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടമാക്കുന്ന, ആമേൻ, ആത്മിക കൂട്ടായ്മകളെ മുടിച്ചു കളയുന്ന, അഭിഷിക്തന്മാരെ കൃപ വിട്ട് ഓടിപ്പിക്കുന്ന, പുതപ്പ് വിട്ട് ഓടിപ്പിക്കുന്ന പാന്ന പിശാചേ, നിനക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല, നിനക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, പുറത്തു വാ. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മ വിടുവിക്കപ്പെടട്ടെ, ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ഇതിനെ ചീരത്തോട്ടമാക്കുമെന്ന് പറയുന്ന പിശാചേ, ഇതിനെ കൊന്നുകളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന പിശാചേ, ഇതിന്റെ അകത്തുനിന്ന് നന്മ വരികയില്ലെന്ന് പറയുന്ന പിശാചേ, ഇതിന്റെ അകത്ത് പരിശുദ്ധ ക്രിയ ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന പിശാചേ, യേശുവിന്റെ നാമത്തിൽ പുറത്തുവാ, പുറത്തുവാ. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തുവാ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തുവാ. ഈ ജനം അഭിഷേകം കൊണ്ട് നിറയട്ടെ, ഈ ജനം ദൈവശക്തി കൊണ്ട് നിറയട്ടെ, ഇവർ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഇവർ കൃപകൾ ഏറ്റെടുക്കട്ടെ, ഇവർ അധികാരത്തോടെ പ്രവർത്തിക്കട്ടെ, ഇവർ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകട്ടെ, ഇവരുടെ സാന്നിധ്യത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. ഇന്ന് രാത്രി വലിയ പകർച്ച ജനത്തിന് മേൽ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം, എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. ഓ ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ യേശുവേ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ആമേൻ. മുഴുവനും കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ആമേൻ. ഈ ലോകത്തിന്റെ സകല നന്മയെക്കാളും, ഈ ലോകം തരുന്ന സകല പ്രതാപത്തെക്കാളും, ഔന്നിത്യങ്ങളെക്കാളും എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ, എൻ്റെ യേശുവിന് വേണ്ടി നിൽപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്ന് തെളിയിപ്പാൻ, എൻ്റെ ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് തെളിയിപ്പാൻ, എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് തെളിയിപ്പാൻ കരം ഉയർത്തിപ്പിടിച്ച് രാത്രിയിൽ പ്രാർത്ഥിച്ചു. എല്ലാ നാവും പ്രാർത്ഥിക്കട്ടെ, എല്ലാ നാവും പ്രാർത്ഥിക്കട്ടെ. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദമേ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന കർത്താവേ, ഓ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി അടിയനി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.